ഇന്നലെയാണ് വി.എസ്. അനുജിന്റെ അരികെ എന്ന് പറയുന്ന ചിത്രം കാണാൻ കഴിഞ്ഞത്. ഈ സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കേണ്ട പല കാര്യങ്ങളും ഉള്ള ഒരു സിനിമയാണ് അരിക്. ആദ്യമായി തന്നെ അരിക് എന്ന് പറയുന്നതിന്റെ അർത്ഥം ദ മാർജിനൽസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സംവിധായകൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താൻ ഒരു സീരിയസ് സിനിമ തന്നെയാണ് ചെയ്യുന്നതെന്ന് ആദ്യത്തെ ഒരു സീനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ജാതി വ്യവസ്ഥയെക്കുറിച്ചിട്ട് ഇത്രയും നന്നായി അല്ലെങ്കിൽ ഇത്രയും തുറന്നു കാട്ടി പറഞ്ഞിട്ടുള്ള ഒരു മലയാള സിനിമ ഇപ്പോൾ അടുത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വിമോചന സമരം മുതൽ ഈ കാലഘട്ടം 2023-24 കാലഘട്ടം വരെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ സിനിമയുടെ കഥ എന്ന് പറയുമ്പോൾ കോരൻ എന്ന് പറയുന്ന കഥാപാത്രം സെന്തിൽ രാജമണിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കോരൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം മുതൽ അയാൾ കല്യാണം കഴിച്ച് കുട്ടിയുണ്ടാവുന്നു. ആ ഒരു ഫാമിലി ട്രീ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഈ ഒരു കഥ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന, അതായത് വിമോചന സമരം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ എങ്ങനെയാണോ അങ്ങനെ തന്നെ സിനിമയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഞാനപ്പോൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതല്ല, എന്നാലും നമ്മൾ വായിച്ചതും അല്ലെങ്കിൽ അല്ലാതെയും അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്നൊന്നുമില്ല ഇന്ന കാര്യങ്ങൾ ആണ് നടന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ ദിസ് ഇസ് ഹാപ്പൻഡ് അല്ലെങ്കിൽ ദിസ് ഹാസ് ഹാപ്പൻഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ കുറേ പരിപാടികളാണ് വി.എസ്. അനുജിന്റെ ഈ പറയുന്ന അരിക് എന്ന് പറയുന്ന ചിത്രത്തിൽ ഉള്ളത്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ വിമോചന സമരം തൊട്ട് ഈ കാലഘട്ടം വരെ 2025 അതുണ്ടെന്ന് പറയാം, ഈ കാലഘട്ടം വരെ ജാതി എന്ന് പറഞ്ഞ സാധനം ഒരു ഉന്നത കുലജാതനായിട്ടുള്ള ആളുടെ മനസ്സിൽ ഉണ്ട്. താൻ വലിയവനാണ്, തൻ്റെ കൂടെയുള്ളവൻ അല്ലെങ്കിൽ വേറെ ജാതിയിൽ താഴ്ന്ന ജാതിയിൽ ഉള്ള ആളാണെങ്കിൽ അയാളെ ആ ഒരു മനസ്സിലൂടെ കാണുന്ന തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് വി.എസ്. അനുജ് പറഞ്ഞു വെക്കുന്നത്. ഇതില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഇത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുറന്ന കാഴ്ചയാണ് നമ്മുടെ ഈ പറയുന്ന പുതിയ ഈ സിനിമയിൽ ഇർഷാദ് ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ശങ്കരൻ എന്നാണ്. ശങ്കരൻ എന്ന് പറയുന്ന നമ്മുടെ കോരൻ സെന്തിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ മകനാണ്. അപ്പോൾ കോരന്റെ കഥ, അതുപോലെ തന്നെ കോരന്റെ മകന്റെ കഥ, കോരന്റെ മകന്റെ മകളുടെ കഥ, ഇതൊക്കെയാണ് എന്താ പറയാ നമ്മുടെ അരികിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു ഫാമിലി സ്റ്റോറി പറയല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന അധസ്ഥിതരായ ആൾക്കാരിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് സത്യം എന്ന് തുറന്നു പറയാൻ യാതൊരുവിധ മടിയും നമ്മുടെ സംവിധായകൻ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശങ്കരൻ, അതായത് ഇർഷാദ് ചെയ്ത കഥാപാത്രം ഒരു കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ആളാണ്. അതായത് കോരണം അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരനൊന്നുമല്ല, എല്ലാവരും ആ ഒരു എന്താ പറയാ ഭയങ്കര മിതമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ശങ്കരന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളായിരുന്നു. എന്നാൽ പുള്ളി ഒരു പത്രപ്രവർത്തകനാണ് ആവുന്നത്. പത്രപ്രവർത്തകൻ ആയിട്ട് തന്നെ ആ ഒരു ജോലി മുഴുവനായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പുള്ളി പബ്ലിഷിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ മകൾ, അതായത് ശങ്കരന്റെ മകൾ പിന്നീട് യു.പിയിൽ പോയി അതായത് ലോ ബിരുദം പഠിക്കുന്നു. പിന്നെ ഒരു വലിയ പോസ്റ്റിൽ വരുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ താഴെക്കിടയിലുള്ള ആൾക്കാർ എപ്പോഴും അങ്ങനെ തന്നെ കിടക്കുമെന്ന് തരത്തിലുള്ളൊരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ ഉണ്ട്. അല്ലെങ്കിൽ അവർ വരുമ്പോൾ അവർ കോട്ട വഴിയാണ് വന്നത്, അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള സംവരണങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു സംസാരത്തിനെയൊക്കെ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബ്രൂട്ടൽ എന്ന് പറയില്ല, പക്ഷെ വളരെ കാര്യമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട് സംവിധായകൻ ഈ സിനിമ. ഈ ചിത്രത്തിൽ കോരൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത സെന്തിൽ വളരെ നന്നായിട്ട് ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വൺ ഓഫ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ് സോഫാർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പല പല എന്താ പറയുക ലെയേഴ്സും ഉണ്ട് ഈ ഒരു കഥാപാത്രത്തിന്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു, എങ്ങനെയൊക്കെയാണ് എന്താ പറയുക നമ്മുടെ ഈ പാർട്ടി പിളരുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അത് ആൾക്കാരിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു മിനിമം 1.25 മണിക്കൂറിനുള്ളിൽ പല പല കാര്യങ്ങളും ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇർഷാദ് വളരെ മിതത്തിൽ വളരെ സട്ടലായിട്ട് ആണ് ഈ സിനിമയിൽ. ആൻഡ് ബാക്കി ഉള്ള ആക്ടേഴ്സ് ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇർഷാദിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു അഭിനയത്തിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആപ്റ്റായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. അവർ ആ ഒരു പല പല ഇമോഷൻസും അവരിലൂടെ വരുമ്പോൾ അതൊരു രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിൽ അവരും അവരുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോരനും അവരുടെ ഒരു കോമ്പിനേഷൻ ആ സമയത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ രസമുള്ളൊരു സിനിമാറ്റോഗ്രാഫി കൂടിയാണ് ഈ സിനിമയുടെ. മനീഷ് മാധവന്റെ വളരെ അടിപൊളി, അല്ലെങ്കിൽ വളരെ എന്ത് രസമുള്ള ഫ്രെയിംസ് ആണ്. കുറേ ഏരിയൽ ഷോട്ടുകളൊക്കെ വളരെ ട്രെയിന് പോകുന്ന കുറേ ഷോട്ട് ഉണ്ട്. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു സിനിമാറ്റോഗ്രാഫിയാണ് മനീഷ് മാധവൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പുള്ളി ചിലർക്കാരനല്ല, പുള്ളി നേരത്തെയും നല്ല നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇലവിഴ കൊഞ്ചിട്ട് അതിലെല്ലാം പുള്ളിക്ക് അവാർഡെല്ലാം കിട്ടിയിട്ടൊക്കെ ഉണ്ട്, സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ എന്തായാലും എല്ലാവരും എന്തായാലും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്.